നിലവിൽ നമ്മൾ കാണുന്നത് അമേരിക്ക ആകെ നാണം കെട്ട് നിൽക്കുന്നതാണെങ്കിലും ഇറാന്റെ മുൻപിൽ ഇസ്രായേലിന് വേണ്ടി വെറുതെ ചെന്ന് കയറി കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു. ഹോർമൂസിലെ പ്രശ്നമാണെങ്കിലും മാറുന്നില്ല. ഇറാനെതിരായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ ഞങ്ങൾ നിർത്തിയെന്ന് പറഞ്ഞെങ്കിലും ഇറാൻ കേട്ട മട്ടില്ല. UAE-യിലേക്ക് അവർ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ആകെ പെട്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ കാണുമ്പോഴും അമേരിക്കയുടെ യഥാർത്ഥത്തിലുള്ള താല്പര്യം ഇവിടെ നടക്കുന്നുണ്ട്. അമേരിക്ക ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ നല്ല വൃത്തിക്ക് അവർ ചെയ്തുകൊണ്ടുമാണ് ഇരിക്കുന്നത്. അതായത് ഈ ഹോർമൂസിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി കിടക്കുമ്പോൾ അത് ഒരു പരിധി വരെ അമേരിക്കയ്ക്ക് ആവശ്യവുമാണ്. ഉടനെ ഒന്നും ഇറാനിലെ ഈ പ്രശ്നങ്ങൾ തീരില്ല എന്നുള്ളതാണ്. കാരണം വർഷങ്ങളോളം ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോകും. കാരണം ക്രൂഡ് ഓയിലിന് അപ്പോഴൊക്കെ വില കൂടി നിൽക്കും. അത് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് ചൈനയെയും ഇന്ത്യയെയുമാണ്. അമേരിക്കയേക്കാൾ വലിയ സമ്പദ് വ്യവസ്ഥയായിട്ട് ചൈന, പർച്ചേസ് പവർ പാരിറ്റി ഒക്കെ അനുസരിച്ച് ചൈന ഓൾറെഡി ആയി കഴിഞ്ഞു. ആ ചൈനയുടെ വളർച്ചയെ മുരടിപ്പിക്കുക, ചൈനയുടെ വളർച്ചയെ സാവധാനത്തിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അമേരിക്ക ഹോർമൂസിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത്. അതായത് ദീർഘകാല അടിസ്ഥാനത്തിൽ ചൈന എന്ന് പറയുന്ന ക്രൂഡ് ഓയിലിനെ മറ്റുമൊക്കെ ഏറ്റവും അധികം പുറത്തുനിന്ന് വരേണ്ടത് ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. ചൈനയ്ക്ക് ഹോർമൂസിലൂടെയും മറ്റ് പല രീതിയിലുമൊക്കെ ക്രൂഡ് ഓയിൽ വാങ്ങാൻ സാധിക്കുമായിരിക്കും. അവർ ക്രൂഡ് ഓയിൽ ഇല്ലാതെ കഷ്ടപ്പെടുമെന്നല്ല പറഞ്ഞത്. എന്നാൽ ഉയർന്ന വിലയിലാണ് ഇനി വരാൻ പോകുന്ന വർഷങ്ങളോളം ചൈന ക്രൂഡ് ഓയിൽ വാങ്ങാൻ പോകുന്നത്. ഇത് അവരുടെ ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കുകയാണ്. അതായത് ലോകത്തിന്റെ ഫാക്ടറി ആയിട്ടുള്ള ചൈനയ്ക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് എല്ലാ രീതിയിലും കൂടുകയാണ്. അവർക്ക് പഴയതുപോലെയുള്ള ലാഭം ഉണ്ടാകാതിരിക്കുകയാണ്. അതായത് ചൈനയുടെ വളർച്ച പതുക്കെയാവുകയാണ്. ഇതാണ് അമേരിക്കയുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇറാനിൽ അമേരിക്കയ്ക്ക് മണ്ടത്തരം പറ്റിയതൊന്നുമല്ല. ഇത് കേൾക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും സന്തോഷമാകുന്നുണ്ടാകും. കാരണം ചൈനയുടെ വളർച്ച പതുക്കെ ആകട്ടെ, അമേരിക്ക തന്നെ ലോകം ഭരിക്കുന്നതാണ് നല്ലത്. അല്ല, ചൈന കഴിഞ്ഞാൽ ഇത് ഏറ്റവും വലിയ പണിയാകുന്നത് ഇന്ത്യക്കുമാണ്. ഇന്ത്യ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളൊന്നും ആയിരിക്കില്ല. പക്ഷേ ചൈനയുമായിട്ട് നമുക്ക് വലിയൊരു സാമ്യമുള്ളത്, ചൈനയെ പോലെ തന്നെ നമുക്കും ക്രൂഡ് ഓയിലിന്റെ ഭൂരിഭാഗവും പുറത്തു നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അതായത് ഭാവിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കൂടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ചൈനയെ എങ്ങനെ ഇത് വീക്കാക്കുമോ, ചൈനയുടെ വളർച്ചയെ എങ്ങനെ ഇത് പതുക്കെയാക്കുമോ, ചൈനയുടെ ആ ഒരു വളർച്ചയെ എങ്ങനെ അത് മുരടിപ്പിക്കുമോ, ഇതേ കാര്യങ്ങൾ ഇന്ത്യയിലും സംഭവിക്കും. അതായത് അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ ചെയ്യുന്ന ഈ പ്രശ്നങ്ങളൊക്കെ കാരണം ദീർഘകാലാടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ പണി കിട്ടുന്ന ഒന്നാമത്തെ രാജ്യം ചൈനയും രണ്ടാമത്തെ രാജ്യം നമ്മുടെ ഇന്ത്യയുമാണ്. നമ്മൾ അടങ്ങുന്ന സാധാരണക്കാർക്കെല്ലാം ഇനി വരും കാലത്ത് ജീവിത ചെലവുകൾ കൂടാൻ പോവുകയാണ്. വലിയ പ്രതിസന്ധികൾ ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. തൊഴിലവസരങ്ങൾ കുറയാനും ഇത് കാരണമാവുകയാണ്. ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള പിക്ചർ എന്ന് പറയുന്നത്. ഇറാനേക്കാൾ വലിയ പണിയാണ് ചൈനയ്ക്കും ഇന്ത്യക്കും കിട്ടാനിരിക്കുന്നത്. ഈ പാര നമുക്കിട്ട് വെക്കുന്നത് ആരാണ്? ഇറാനാണോ? അല്ല, അമേരിക്കയാണ്. ലോകത്തെമ്പാടുമുള്ള നിക്ഷേപകര് വീണ്ടും അമേരിക്കയിലേക്ക് തന്നെ അവരുടെ നിക്ഷേപങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. US ഡോളർ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വർണത്തിന് കുതിച്ചു കയറിയ വിലയിൽ കുറവുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ സ്വർണ്ണവിലയാണോ ഇപ്പോൾ? 1.5 വർഷം മുമ്പ് ഉണ്ടായിരുന്ന സ്വർണത്തിന്റെ ഇരട്ടി വിലയുണ്ട് ഇപ്പോൾ തന്നെ. എന്നാൽ 1.30 ഒരു പവനൊക്കെ എത്തിയിട്ട് ഇപ്പോൾ 1.10 അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എങ്ങനെ ഈ സമയത്തും ഇറാനിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ വിചാരിച്ചു സ്വർണത്തിന് വില വീണ്ടും കുതിച്ചു കയറുമെന്ന്. എന്നാൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ക്രൂഡ് ഓയിലിനും വില കൂടിക്കൊണ്ടിരുന്നിട്ടും ഡോളർ ശക്തിപ്പെടുന്നു. അതായത് ലോകമെമ്പാടുമുള്ള നിക്ഷേപകർക്ക് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ വിശ്വാസം കൂടുന്നു. കാരണം ചൈനയ്ക്ക് ഇങ്ങനെ ഒരു പണി വരാൻ പോകുന്നു ഇതുകൊണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ ഉൽപാദന ചെലവ് കൂടുകയാണ്. കാരണം ക്രൂഡ് ഓയിലിന്റെ വില കൂടി. പഴയതുപോലെയുള്ള ലാഭം ഉണ്ടാകില്ല. അതുകൊണ്ട് ചൈനയിൽ നിന്ന് നിക്ഷേപങ്ങൾ അമേരിക്കയിലേക്കും മറ്റു പല രാജ്യങ്ങളിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയെയും ബാധിക്കും. കുറേയൊക്കെ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് വരും എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കും ഇതേ പ്രശ്നങ്ങളുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ നിക്ഷേപം ആരംഭിക്കാം എന്ന് പലർക്കുമുള്ള സംശയമാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു അമേസിംഗ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തുകയാണ് മാർക്കറ്റ് വോൾഫ്. മാർക്കറ്റ് വോൾഫ് സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് ബ്രോക്കർ ആപ്ലിക്കേഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇയർലി മെയിൻ്റനൻസ് ചാർജുകളോ മറ്റ് ഹിഡൻ ഫീസുകളോ ഒന്നുമില്ലാതെ വെറും 99 രൂപയുടെ വൺ ടൈം ലൈഫ് ടൈം ഫീ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ട്രേഡിംഗ് ആരംഭിക്കാം. ഇത് ഉപയോഗിക്കുന്നത് എത്ര എളുപ്പമാണെന്ന് എനിക്ക് കാണിച്ചു തരാം. പിൻ നമ്പർ നൽകി ലോഗിൻ ചെയ്യുന്നു. ഇവിടെ ഫോളോ ട്രെൻഡ് എന്നൊരു ഫീച്ചർ കാണാം. ഈ ഫീച്ചർ നിങ്ങൾക്ക് റിയൽ ടൈം മാർക്കറ്റ് ട്രെൻഡ്സ് കാണിച്ചു തരികയാണ്.
ഒരൊറ്റ ക്ലിക്കിലൂടെ നിങ്ങൾക്കും അത് ഫോളോ ചെയ്യാം. സിമ്പിൾ. മാർക്കറ്റ് വൂൾഫിന്റെ മറ്റൊരു പ്രധാന ഗുണം വളരെ ചെറിയ തുകകൾ ഉപയോഗിച്ച് പോലും നിങ്ങൾക്ക് ഇവിടെ ട്രേഡിംഗ് തുടങ്ങാം. വലിയ നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഒരു ഇൻബിൽറ്റ് സ്മാർട്ട് സ്റ്റോപ്പ് ലോസ് ഫീച്ചറും ഇവിടെയുണ്ട്. സ്റ്റോപ്പ് ട്രേഡ് ക്ലിക്ക് ചെയ്യുന്നു. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ 1476 രൂപ ലാഭം ബുക്ക് ചെയ്തു. മാർക്കറ്റ് വൂൾഫ് നിങ്ങൾക്ക് ഫ്രീ ട്രേഡ് റെക്കമെൻഡേഷൻസ് നൽകുന്നുണ്ട്. അതനുസരിച്ച് ആളുകൾ തുടർച്ചയായിട്ട് 3 മാസം നല്ല ലാഭം ബുക്ക് ചെയ്തു. ആദ്യത്തെ മാസത്തിൽ 57,170 രൂപയും രണ്ടാമത്തെ മാസത്തിൽ 70,468 രൂപയും മൂന്നാമത്തെ മാസം 59,696 രൂപയും ലാഭം ബുക്ക് ചെയ്തു. ഈ ലാഭങ്ങൾക്കൊന്നും മാർക്കറ്റ് വൂൾഫ് യാതൊരുവിധ കമ്മീഷനും ഈടാക്കുന്നില്ല. മാർക്കറ്റ് വൂൾഫ് ഇന്ത്യയിൽ വളരെ വേഗത്തിൽ വളരുകയാണ്. വളരെ സിമ്പിൾ ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണിത്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ മാർക്കറ്റ് വൂൾഫ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ലോക്ക്ഡൌൺ എന്ന് പറയുന്ന കാര്യം ലോകത്ത് സംഭവിച്ചപ്പോഴും അമേരിക്കയ്ക്ക് വലിയൊരു ഗുണമുണ്ടായിരുന്നു. കാരണം ചൈനയിൽ നിന്ന് നിക്ഷേപകർ കൂട്ടത്തോടെ മറ്റു പല രാജ്യങ്ങളിലേക്കും പോയി തുടങ്ങിയതും ലോക്ക്ഡൌണിന്റെ ഒരു റിസൾട്ട് ആയിരുന്നു. ഇതുമൊക്കെ പ്ലാനിങ് ആണോ എന്നുള്ളതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഇന്ത്യ, വിയറ്റ്നാം, മെക്സിക്കോ പോലുള്ള പല രാജ്യങ്ങളിലേക്കും ചൈനയിലെ ഫാക്ടറികൾ മാറിക്കൊണ്ടിരുന്നു. നിക്ഷേപങ്ങൾ പുറത്തേക്ക് പോയി. അത് ചൈനയ്ക്കൊരു ക്ഷീണമായിട്ടുണ്ടായിരുന്നു. അതിനും പുറമെ അമേരിക്ക താരിഫ് മാറും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നെങ്കിലും അതിനൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ അമേരിക്ക ചൈനയ്ക്കിട്ട് വെക്കുന്ന ഒരു പണി തന്നെയാണ് ഈ പറയുന്ന ഹോർമൂസിലെ പ്രതിസന്ധി. അമേരിക്ക ഒന്ന് കിണഞ്ഞ് പരിശ്രമിച്ചാൽ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമൊന്നുമല്ല ഈ ഹോർമൂസിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇറാനിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും. അമേരിക്ക എന്ന് പറയുന്ന സൈനിക ശക്തി എന്താണെന്ന് പലരും ഇവിടെ മനസ്സിലാക്കുന്നില്ല. എന്നിട്ടും അവരിങ്ങനെ പൊട്ടൻ കളിക്കുന്നത്, നാടകം കളിക്കുന്നതൊക്കെ ഈ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ്. ചൈനയുടെ ഉൽപാദന ചെലവ് കൂടുകയാണ്, അവരുടെ വ്യാവസായിക മത്സരശേഷി കുറയുകയാണ്. ഇതിനോടകം തന്നെ ചൈനയ്ക്ക് നല്ല രീതിയിലുള്ള കടമുണ്ട്. ആഭ്യന്തരമായിട്ടുള്ള കടത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പണ്ട് ചൈനയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. അതെല്ലാം വീണ്ടും വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അതിൽ നിന്നൊക്കെ കരകയറി വരുന്ന ചൈനയ്ക്ക് ഈ ഒരു പണിയും കൂടി ആകുമ്പോൾ ചൈന ഏകദേശം ഫ്രീസ് ആകും എന്ന് പറയാം. അമേരിക്കയ്ക്കും ഇതുകൊണ്ട് പ്രശ്നമില്ല എന്ന് ചോദിച്ചാൽ ക്രൂഡ് ഓയിലിന് വില കൂടുമ്പോൾ അമേരിക്കയിലും തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. അവർക്ക് ആഭ്യന്തര ഉൽപാദനമൊക്കെ ഒരുപാടുണ്ടെങ്കിലും അമേരിക്ക എന്ന് പറയുന്ന സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത എന്താണ്? അവർ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളിലാണ് അവരുടെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ നിൽക്കുന്നത്. കാരണം അതൊരു ഡെവലപ്ഡ് നേഷനായി കഴിഞ്ഞിരിക്കുന്നു, ഒരു വികസിത രാജ്യമാണ്. നേരെ മറിച്ച് ചൈന അമേരിക്കയുടെ അതേ അവസ്ഥയിലേക്ക് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അമേരിക്കയെക്കാൾ കൂടുതൽ ചൈനയെ ഇത് ബാധിക്കും. ചൈനയുടേത് ഒരു ഗ്രോവിംഗ് ഡൊമസ്റ്റിക് മാർക്കറ്റ് ആണ്. എന്നാൽ അമേരിക്കയുടേത് ഓൾറെഡി അത് നേടിക്കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയിൽ ഉണ്ടാക്കുന്ന കാറുകളൊക്കെ അമേരിക്കയിൽ തന്നെ വിറ്റഴിച്ചാൽ അവർക്ക് അത് ലാഭമാണ്. നേരെ മറിച്ച് ചൈനയ്ക്ക് അവിടെ ഉണ്ടാക്കുന്ന കാറുകൾ അവിടെ വിറ്റഴിക്കുന്നതിനോടൊപ്പം തന്നെ അതിൽ കൂടുതലായിട്ട് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ രീതിയിലാണ് അവിടുത്തെ സമ്പദ് വ്യവസ്ഥ നിൽക്കുന്നത്. ഒന്നൊരു ഡെവലപ്പിംഗ് കൺട്രിയും മറ്റേത് ഡെവലപ്ഡ് കൺട്രിയുമാണ്. ഇറാനിൽ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുൻപേ വെനസ്വേലയെ പിടിച്ച് അമേരിക്ക കക്ഷത്തിൽ വെച്ചു. വെനസ്വേലയുടെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുവാനായിട്ട് വലിയ ചിലവാണ്. പണ്ടത് ലാഭമല്ലായിരുന്നു. എന്നാൽ ഇനി അമേരിക്കൻ കമ്പനികൾ വെനസ്വേലയിൽ നിന്ന് പ്രൊഡക്ഷൻ ആരംഭിച്ചാൽ അത് നഷ്ടമായിരിക്കില്ല. കാരണം ക്രൂഡ് ഓയിലിന് വില കൂടി നിൽക്കുകയാണ്. വളരെ ഉയർന്ന ഉൽപ്പാദന ചെലവിൽ വെനസ്വേലയുടെ ഓയിൽ പുറത്തെടുത്താലും അമേരിക്കയ്ക്ക് അത് ലാഭമായിട്ട് വരും. അതിനോടൊപ്പം തന്നെ ഇറാനിലും വെനസ്വേലയിലും ഉണ്ടായിരുന്ന ചൈനീസ് നിക്ഷേപങ്ങളൊക്കെ ആവിയായി പോയെന്ന് പറയാം. കാരണം സ്ഥിതിഗതികൾ മാറി. അതായത് നമ്മൾ ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെ യുദ്ധം ഇറാനും അമേരിക്കയും തമ്മിലല്ല, യുദ്ധം അമേരിക്കയും ചൈനയും തമ്മിലാണ്. എന്നാൽ അതിനിടയ്ക്ക് അമേരിക്ക ഉദ്ദേശിക്കുന്ന മറ്റൊരു എതിരാളിയും കൂടിയുണ്ട്, അത് ഇന്ത്യയുമാണ്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കും കൂടിയാണ് ചൈനയ്ക്കിട്ട് വരാൻ പോകുന്ന ഈ പണികളൊക്കെ അത്രയും ഇല്ലെങ്കിലും അതേപോലെ തന്നെ വരാൻ പോകുന്നത്. ലോകത്തെ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ചൈന, മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ഈ രണ്ടാം സ്ഥാനത്തുള്ള ചൈന ആകെ അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിൽ ഉണ്ട്. അത്രയാണ് ഇന്ത്യക്ക് ആകെ ആവശ്യമുള്ളൂ. അതായത് ഇന്ത്യ ഒരു ദിവസം ഉപയോഗിക്കുന്ന അത്രയും ക്രൂഡ് ഓയിൽ ഒരു ദിവസം ചൈന ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് അതും പോരാ. ഏകദേശം 17 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ് അവർക്ക് ഒരു ദിവസം ആവശ്യമായിട്ട് വരുന്നത്. 5 മില്യൺ ബാരലൊക്കെ അവർ അവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്, ബാക്കി മുഴുവൻ പുറത്തു നിന്ന് വാങ്ങുകയാണ്. ഇന്ത്യക്കാകട്ടെ ഒരു 5 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ്. അതായത് ചൈന ആകെ ഉൽപ്പാദിപ്പിക്കുന്ന അത്രയുമാണ് നമുക്ക് ഒരു ദിവസം ആവശ്യമായിട്ടുള്ളത്. അതായത് ചൈനയാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഭൂരിഭാഗം ക്രൂഡ് ഓയിലും നമ്മൾ പുറത്തു നിന്ന് വാങ്ങണം. അങ്ങനെയുള്ള നമുക്കാണ് ഈ പണി മുഴുവൻ വരാൻ പോകുന്നത്. ചൈനയും ഇന്ത്യയും ഇത് ബാധിക്കുന്നത് പോലെ തന്നെ ജപ്പാനും സൗത്ത് കൊറിയയും ഒക്കെ ഉണ്ട് എന്ന് ഓർക്കുക. എന്നാൽ പ്രധാന ഇരകൾ ചൈനയും ഇന്ത്യയുമായിരിക്കും. അതായത് ലോകത്തിലെ പല പ്രധാന സമ്പദ് വ്യവസ്ഥകളും കഷ്ടപ്പെടാൻ പോകുമ്പോൾ ഇവിടെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഗുണമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് ഗുണമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആർക്കാണ്? അമേരിക്കയ്ക്കാണ്. എന്നാൽ അവർക്ക് അതിന്റെ പഴി കേൾക്കേണ്ടി വരുന്നുണ്ടോ? മീഡിയകളിൽ ആരെങ്കിലും പറയുന്നുണ്ടോ അമേരിക്ക ഇത് പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്നതാണെന്ന്?
ആരും പറയുന്നില്ല. നമ്മളൊക്കെ ഇറാന്റെ വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അമേരിക്ക നമ്മളോട് ചോദിക്കുന്നത് ആരാ മണ്ടൻ എന്നുള്ളതാണ്. കാരണം ഈ കളികളൊക്കെ ഇനി തിരിച്ചറിഞ്ഞ ആളുകൾ ഒരു അനാലിസിസ് വീഡിയോ പോലെയൊക്കെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് മനസ്സിലാക്കി വരുമ്പോഴേക്കും അവർ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഇപ്പോഴത്തെ ഈ നാണക്കേടൊക്കെ എല്ലാവരും മറന്നിട്ടുണ്ടാകും. അമേരിക്ക വീണ്ടും വലിയ ശക്തിയായിട്ട് തന്നെ തുടരും. അല്ല എങ്കിൽ ലോകം ചൈന ഭരിക്കും. അത് പരമാവധി പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുക. അതാണ് അമേരിക്ക ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ട്രംപ് എന്ന് പറയുന്ന ആൾക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടോ അമേരിക്ക എടുത്തു ചാടുന്നതോ ഇസ്രായേലിന് വേണ്ടി താളം തുള്ളുന്നതോ ഒന്നുമല്ല. ഈ ട്രംപൊക്കെ ഒരു വലിയ ബില്യണയർ ആണ്. ഇത്രയും വലിയ ബിസിനസ് സാമ്രാജ്യമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ആള് ഒരു മണ്ടനൊന്നുമല്ല. ലോകത്ത് ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഉണ്ടാക്കുന്നതും ഉപയോഗിക്കുന്നതും അമേരിക്കയാണ്. അമേരിക്ക കഴിഞ്ഞ് ഇപ്പോഴും ചൈനയും ഇന്ത്യയും ഒക്കെ വരുന്നുള്ളൂ. യൂറോപ്പിനെ മുഴുവൻ എടുക്കുകയാണെങ്കിൽ ചൈന കഴിഞ്ഞാൽ യൂറോപ്പ് വരും. അത് കഴിഞ്ഞിട്ടേ ഇന്ത്യ വരികയുള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കുക, ചൈനയിലുള്ളതിന്റെ 4% പോപ്പുലേഷനെ അമേരിക്കയിലുള്ളൂ. എന്നിട്ടും ചൈനയേക്കാൾ കൂടുതൽ, ഇത്രയും സെറ്റപ്പായി കിടക്കുന്ന ചൈനയേക്കാൾ കൂടുതൽ ക്രൂഡ് ഓയിൽ എന്തുകൊണ്ടാണ് അമേരിക്ക ഉപയോഗിക്കുന്നത്? അവരിതിലാണോ കുളിക്കുന്നത് എന്ന് പോലെ നമുക്ക് സംശയം തോന്നും. വേറൊരു കാര്യമുണ്ട്, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കാർബൺ എമിഷൻ നടത്തിയിട്ടുള്ളതും അമേരിക്ക തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ചൈനയ്ക്കെതിരെ പറയുന്നുണ്ട് ചൈനയാണ് നിലവിൽ ഏറ്റവും വലുത് എന്ന്. എന്നാൽ ചരിത്രം എടുത്തു നോക്കിയാൽ അമേരിക്ക പുറന്തള്ളിയിട്ടുള്ളതിന്റെ 7 അയലത്ത് പോലും മറ്റ് രാജ്യങ്ങളൊന്നും വരുന്നില്ല. നിലവിലെ കാർബൺ എമിഷൻ ഏറ്റവും കൂടുതൽ നടത്തുന്നത് ചൈനയാണെന്നേ ഉള്ളൂ. ഇവിടെയാണ് ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ മെട്രോ സിസ്റ്റംസും റെയിൽവേ സ്റ്റേഷനും ഒക്കെ എടുത്തിട്ട് നമ്മൾ ചൈനയേക്കാൾ എത്ര ദരിദ്രമാണ് അമേരിക്ക എന്ന് പറയാറുണ്ട്. പക്ഷേ വാസ്തവം എന്താണെന്ന് വെച്ചാൽ അമേരിക്കക്കാരെല്ലാം തന്നെ ഏകദേശം റിച്ച് ആണ്. അവിടെ കാറുകളൊക്കെ വളരെ ചീപ്പാണ്. ഓരോരുത്തരും ഓരോ കാറുകളിലാണ് നടക്കുന്നത്. അതായത് ഒരു ഫാമിലിക്ക് ഒരു കാറ് എന്നുള്ള രീതിയിലൊന്നുമല്ല. അതുപോലെ അവിടുത്തെ റോഡ് നെറ്റ്വർക്ക് ഏറ്റവും മികച്ചതാണ്. എല്ലാവരും അവനവന്റെ വാഹനം, ഒരാൾ ഒരു കാർ ഓടിച്ചുകൊണ്ട് പോകുക പലപ്പോഴും എന്നുള്ളൊരു അവസ്ഥയാണ് അവിടെ. ക്രൂഡ് ഓയിൽ ഏറ്റവും ആവശ്യമായിട്ട് വരുന്നത് വാഹനങ്ങൾക്കൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ക്രൂഡ് ഓയിലിന്റെ ആവശ്യമുണ്ട്. നേരെ മറിച്ച് ചൈന എന്ന് പറഞ്ഞാൽ അവിടെ പൊതുഗതാഗത സംവിധാനങ്ങളാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ട്രെയിനുകളും അതിവേഗ ട്രെയിനുകളും ഒക്കെയാണ് അവിടെ കൂടുതലും. അതായത് അമേരിക്കക്കാരുടെ അത്രയും ഉയർന്ന ജീവിത നിലവാരമല്ല ഇപ്പോഴും ചൈനയ്ക്കുള്ളത്. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. നേരെ മറിച്ച് ഇന്ത്യ ഇപ്പോഴും ചൈനയേക്കാൾ കൂടുതൽ പോപ്പുലേഷൻ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടായിട്ടും ചൈന ഉപയോഗിക്കുന്നതിന്റെ 1/3 ക്രൂഡ് ഓയിൽ പോലും ഇന്ത്യ ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല. അതെന്താണ് കാണിക്കുന്നത്? അതായത് ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും ഇന്ത്യ എത്ര താഴെയാണ്. അപ്പോൾ പിന്നെ അമേരിക്കയുമായിട്ട് നോക്കിയാൽ എങ്ങനെയായിരിക്കും? പിന്നെ ഈ ക്രൂഡ് ഓയിൽ മുഴുവൻ ഫോസിൽ ഫ്യൂവൽസ് ഇത് കത്തിച്ച് കളയുക മാത്രമല്ല, ഇതിൽ നിന്ന് തന്നെയാണ് കൂടുതലും സിന്തറ്റിക് മെറ്റീരിയലുകൾ ഉണ്ടാക്കുന്നത്. പോളിസ്റ്റർ, നൈലോൺ, റയോൺ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സാധനങ്ങൾ, അതുപോലെ ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് അല്ലെങ്കിൽ നാഫ്ത, നമ്മൾ ഈ കാണുന്ന ടാറ്, ഇങ്ങനെ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രോഡക്റ്റുകളുണ്ട് ഈ ക്രൂഡ് ഓയിലിൽ നിന്ന്. ഇതിന്റെയും ഒക്കെ വലിയ വ്യവസായിക ശാലകളും അമേരിക്കയിലുണ്ട്, ചൈനയിലുമുണ്ട്. വരാൻ പോകുന്ന കാലത്ത് ക്രൂഡ് ഓയിലിന്റെ ആവശ്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു EV യുഗത്തിലേക്ക് ലോകം പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് ലോകത്തെമ്പാടും ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ്. അത് കഴിഞ്ഞാണ് ഫാക്ടറികളും പിന്നീട് മറ്റു പല കാര്യങ്ങളും. വൈദ്യുതിക്ക് വേണ്ടി വളരെ കുറച്ച് ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ അതിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറയാം. ഭാവിയിൽ ഈ വാഹനങ്ങളെല്ലാം ഭൂരിഭാഗവും EV കാറുകളായിട്ട് മാറാൻ പോകുമ്പോൾ ക്രൂഡ് ഓയിലിന്റെ ആവശ്യം, അതായത് കറുത്ത ഗോൾഡ് ആയിട്ട് ഇനി ഒരിക്കലും ക്രൂഡ് ഓയിൽ ഉണ്ടാകില്ല. അപ്പോൾ ഈ സമയം തീരുന്നതിന് മുൻപ് പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനുണ്ട്. അതായത് അമേരിക്ക പലപ്പോഴും ചരിത്രത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ഇൻഡയറക്റ്റ് ആയിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്, അത് പലതും കോൺസ്പിറസി ഒക്കെ ആയിട്ട് നമുക്ക് പറയാമെങ്കിൽ പോലും അമേരിക്കൻ ഇടപെടലുകൾ എങ്ങനെ ക്രൂഡ് ഓയിലിന്റെ വില കൂട്ടിക്കൊണ്ടിരുന്നു എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ കാണുന്നതാണ്. വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോയാൽ 1973-74 കാലഘട്ടങ്ങളിലെ യോം കിപ്പോർ യുദ്ധം, അവിടെയൊക്കെ ഇസ്രായേൽ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ചരിത്രമൊക്കെ പറയുമ്പോൾ ഇസ്രായേലും ഇറാനും ഒക്കെ എല്ലായിടത്തും ഉണ്ട്. അതായത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഈ അറബ് രാജ്യങ്ങളെല്ലാം നിർത്തിവെച്ചു. അങ്ങനെയാണ് ക്രൂഡ് ഓയിലിന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭയങ്കര വില വർധനവ്, 4 ഇരട്ടി വരെ വില വരുന്നു. ഫസ്റ്റ് ഗ്ലോബൽ എനർജി ക്രൈസിസ് എന്ന് അതിന് നമുക്ക് വിശേഷിപ്പിക്കാം. 1979-80 കാലഘട്ടങ്ങളിൽ ഇറാനിയൻ വിപ്ലവം വരുന്നു, ഇറാൻ ഇറാഖ് യുദ്ധം വരുന്നു. അപ്പോഴൊക്കെ ഇറാഖിനൊപ്പമായിരുന്നു അമേരിക്ക. പരസ്യമായിട്ട് ഇറാഖിനും രഹസ്യമായിട്ട് ഇറാനും അന്ന് അമേരിക്ക ആയുധം കൊടുത്തുകൊണ്ടിരുന്നു. ഇറാന്റെ ഓയിൽ സപ്ലൈ അങ്ങനെ തീർത്തും കുറഞ്ഞുപോയി. അങ്ങനെ ക്രൂഡ് ഓയിലിന്റെ വില 2 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. 1990 കുവൈറ്റിനെ ആക്രമിച്ച് കീഴടക്കുന്നു ഇറാഖ്. അപ്പോഴും ക്രൂഡ് ഓയിലിന്റെ വില കൂടുന്നു, മാസങ്ങൾ കൊണ്ട് ഇരട്ടിയാകുന്നു. 2003 ഇറാഖിനെ അമേരിക്ക ആക്രമിക്കുന്നു. അതിനോടൊപ്പം തന്നെ ചൈനയുടെയും ഇന്ത്യയുടെയും ഒക്കെ ക്രൂഡ് ഓയിൽ ആവശ്യങ്ങൾ കൂടിക്കൊണ്ടേയിരുന്നു. ആ സമയത്ത് ക്രൂഡ് ഓയിലിന്റെ വില 3 ഇരട്ടിയായിട്ട് കൂടി. 2008 ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് $147 വരെ വരുന്നു, ഏറ്റവും കൂടിയ വില വരുന്നു. അതായത് ലോകമെമ്പാടും ക്രൂഡ് ഓയിലിന്റെ ആവശ്യം അത്ര അധികമായിട്ട് കൂടുന്നു. ഇപ്പോൾ ഇതാ ഹോർമൂസ് പ്രതിസന്ധി കാരണവും ക്രൂഡ് ഓയിലിന്റെ വില കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതായത് EV യുഗമൊക്കെ വന്നപ്പോൾ ക്രൂഡ് ഓയിലിന്റെ ഒരു വില അത്യാവശ്യം ഭേദപ്പെട്ട് വന്നതാണ്. അത് ഹോർമൂസ് പ്രതിസന്ധി വന്നതോടെ
ഒന്നുകൂടി പഴയപടിയാവുന്നു. ക്രൂഡ് ഓയിലിന്റെ വില കൂടി. ഇവിടെ എല്ലാം അമേരിക്ക ഇടപെട്ടിട്ടുണ്ട്. ക്രൂഡ് ഓയിലിന്റെ വില അവർ കൂട്ടിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികൾ അല്ലെങ്കിൽ ലോകത്ത് എവിടെ ഈ മേഖലയുമായിട്ട് പല കമ്പനികളും ഉണ്ടോ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതുമൊക്കെ അമേരിക്കൻ നിക്ഷേപകരും ഒക്കെ തന്നെയാണ്. അതായത് ക്രൂഡ് ഓയിലിന്റെ വില എപ്പോഴും കൂടി നിന്നാൽ അമേരിക്കയ്ക്ക് ലാഭമാണ്. അമേരിക്കൻ ഡോളർ തന്നെ നിൽക്കുന്നത് പെട്രോ ഡോളർ വ്യവസ്ഥയിലുമാണ്. അതായത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ നിൽക്കുന്നതും ഇതേ ഡോളറിലാണ്. നിലവിൽ ഡോളർ ശക്തിപ്പെടുകയാണ്. US ട്രഷറി ബോണ്ടുകളിലെ നിക്ഷേപം കൂടുകയാണ്. US എക്സ്പോർട്ടുകൾ പോലും വലിയ ലാഭത്തിലാവുകയാണ്. അമേരിക്കയ്ക്ക് വലിയ കടമുണ്ട് എന്ന് പറയുമ്പോൾ ആ അമേരിക്കയ്ക്ക് ഇപ്പോൾ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. നേരെ മറിച്ച് ചൈനയുടെ ആഭ്യന്തര കടം അവർക്ക് പ്രശ്നമാകുന്നു. കാരണം അവരുടെ ആ പഴയ വളർച്ചയെ ഉത്തേജിപ്പിക്കാനായിട്ട് അവർക്കിപ്പോൾ സാധിക്കുന്നില്ല. കാരണം ഇന്ധന വില കൂടുന്നു. ഹോർമൂസിലൂടെ അവർക്കൊന്നും കിട്ടുന്നില്ല എന്നല്ല പറയുന്നത്. ഇന്ത്യയിലും ചൈനയിലും അവരുടെ ചിലവ്, അതായത് ചൈന ആസ് എ ഫാക്ടറി അതിന്റെ ഉൽപാദന ചെലവ് കൂടുകയാണ്. അവരുടെ ലാഭം കുറയുകയാണ്. ഇതുപോലെ അവരുടെ കുതിച്ചു മുന്നേറ്റത്തിന് ഇത് ചൈനയെ വീക്കാക്കും. ഇത് തന്നെയാണ് അമേരിക്കയുടെ ആവശ്യം. ഇനി EV യുഗം വരുമ്പോഴേക്കും ക്രൂഡ് ഓയിലിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഏകദേശം തീർത്തും ഇല്ല എന്ന് തന്നെ പറയാം. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അവിടെ വൈദ്യുതി ഉണ്ടാക്കുന്നത് പകുതിയും നാച്ചുറൽ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ്, ഷെയിൽ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ്. അവിടെ തന്നെ അവർക്കത് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളത് റിന്യൂവബിൾ എനർജി, അതുപോലെ ന്യൂക്ലിയർ എനർജി, കൽക്കരി കത്തിച്ചിട്ട് ഒരു 20%, ഇങ്ങനെയൊക്കെയാണ്. ചൈന ആകട്ടെ 50% വൈദ്യുതി ഉണ്ടാക്കുന്നതും കൽക്കരി കത്തിച്ചിട്ടാണ്. അവർ റിന്യൂവബിളും അതുപോലെ മറ്റു പല രീതികളും ഒക്കെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണെങ്കിൽ നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 75% കൽക്കരി കത്തിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കൽക്കരി കത്തിച്ച് അത് ഉപയോഗിച്ച് താപവൈദ്യുത നിലയങ്ങളിൽ വെള്ളം നീരാവിയാക്കി ആ നീരാവി ടർബൈനുകളെ കറക്കി, അങ്ങനെയൊക്കെയാണ് പരിപാടി. അതായത് നമ്മളിവിടെ EV കാറുകൾ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോഴും കൽക്കരി എവിടെയോ കത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. നേരെ മറിച്ച് നോർവേ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്? അവര് ഭൂരിഭാഗവും റിന്യൂവബിൾ എനർജിയാണ്. സോളാറും അതുപോലെ വിൻഡ് ടർബൈനുകളും ഒക്കെ കറക്കി ഒന്നും ബേൺ ചെയ്യിപ്പിക്കാതെയാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. അതേ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ചാർജ് ചെയ്താണ് EV കാറുകൾ ഓടുന്നത്. നോർവേക്ക് ഒരുപാട് ക്രൂഡ് ഓയിൽ ഉണ്ട്, അത് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ടും കൂടി. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ ചൈനയും അമേരിക്കയൊക്കെ ഏകദേശമായി വരുന്നുണ്ട്. ഇന്ത്യ പതുക്കെ ആ മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട്. പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ക്രൂഡ് ഓയിൽ ഔട്ട് ആവുകയാണ്. അതിന്റെ ആവശ്യം എന്തായാലും ഉണ്ടാവും. പക്ഷേ അതിനു മുൻപ് പരമാവധി ലാഭം ഉണ്ടാക്കുക, പ്രധാനമായിട്ടും അമേരിക്കൻ ഓയിൽ കമ്പനികൾക്കൊക്കെ. വരാൻ പോകുന്ന കാലത്ത് യഥാർത്ഥത്തിൽ ക്രൂഡ് ഓയിൽ കൊണ്ടല്ല, നാച്ചുറൽ ഗ്യാസിനായിരിക്കും പിന്നെയും അത്യാവശ്യം പ്രാധാന്യം ബാക്കി ഉണ്ടാവുക. കാരണം ഈ യൂറോപ്പിലെ വീടുകളെല്ലാം തണുപ്പത്ത് ചൂട് പിടിപ്പിക്കാനായിട്ട് അവർ നാച്ചുറൽ ഗ്യാസ് ആണ്, LNGയും കാര്യങ്ങളും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ അന്തരീക്ഷം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെങ്ങനെ വൈദ്യുതിയും അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു, അതുപോലെ യൂറോപ്പിൽ ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നു. അതുപോലെ അമേരിക്കയിലാണെങ്കിലും ഷെയിൽ ഗ്യാസ് ആണ് വൈദ്യുതി ഉണ്ടാക്കാൻ പകുതി ഉപയോഗിക്കുന്നത്. ഭാവിയിൽ ഇലക്ട്രിസിറ്റി ആണ് മെയിൻ ആയിട്ടുള്ളത്. ആ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനായിട്ട് പ്രധാനമായിട്ട് റിന്യൂവബിൾ എനർജി, ന്യൂക്ലിയർ എനർജിയും അതുപോലെ പ്രധാന ഭാഗത്ത് നാച്ചുറൽ ഗ്യാസുമാണ് നിൽക്കുന്നത്. ക്രൂഡ് ഓയിൽ, പെട്രോളും ഡീസലും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന താപവൈദ്യുത നിലയങ്ങളുണ്ട്, എന്നാൽ അത് വളരെ വളരെ കുറവാണ്. അതായത് ഈ വാഹനങ്ങളെല്ലാം EV യുഗത്തിലേക്ക് മാറുമ്പോൾ ഇത്ര നാളും നമ്മൾ പൊന്നെന്ന് കരുതി വെച്ചിരുന്ന ഈ ക്രൂഡ് ഓയിൽ അപ്രസക്തമാകാൻ പോവുകയാണ്. അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഈ ടെസ്ലയൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇലോൺ മസ്ക് 1 ട്രില്യൺ ആസ്തിയിലേക്കൊക്കെ അടുക്കുന്നത്? 2ാം സ്ഥാനത്തുള്ള പണക്കാരൻ പോലും ഇലോൺ മസ്കിന്റെ 4/1 ആസ്തിയില്ല. നമ്മുടെ മുകേഷ് അംബാനിയുടെ 10 ഇരട്ടി ആസ്തിയൊക്കെയാണ് ഇപ്പോൾ ഇലോൺ മസ്കിനുള്ളത്. ആ ടെസ്ലയ്ക്ക് ഒരു എതിരാളിയായിട്ട് തന്നെയാണ് ചൈനയിലെ BYD ഒക്കെ വരുന്നത്. അതായത് അമേരിക്കയ്ക്ക് വലിയൊരു കോമ്പറ്റീഷനാണ് ചൈന ഉണ്ടാക്കുന്നത്. ആ ചൈനയെ വീക്കാക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇതിനെല്ലാം ഇടയിൽ അമേരിക്കയ്ക്ക് ഇട്ട് കളിക്കാനുള്ള കളിപ്പാവകളായിട്ടാണ് ഇറാനും ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും ഒക്കെ കിടക്കുന്നത്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെയൊക്കെ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആ ലെവലിലാണ്. അമേരിക്കയ്ക്ക് ഇറാനിൽ നേരിടുന്ന തിരിച്ചടികളും അവരുടെ ചില കണക്കൂട്ടലുകൾ പിഴച്ചതും ഒക്കെ നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതാണ് ഇതിന്റെ ഒരു പൂർണ്ണമായ ചിത്രം എന്നുള്ളത് എപ്പോഴും ഓർക്കുക. ഇനിയും നമ്മൾ വീഡിയോകൾ ചെയ്യുമ്പോഴും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കണം. എന്നാൽ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ പലപ്പോഴും മുഖ്യധാരയിൽ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാറില്ല. വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മാർക്കറ്റ് വോൾഫ് ആപ്ലിക്കേഷൻ ഇതിനോടകം 2 മില്യണിലധികം ഡൗൺലോഡ്സ് കടന്നിരിക്കുന്നു. iOS, ആൻഡ്രോയിഡ് എന്നിവയിൽ ലഭ്യമാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്റ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമന്റിൽ എഴുതണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.